ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിലേറ്റീവ് ഫ്രഷ് ആൻഡ് റിലാക്സ്. സോ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ബേബിയൊക്കെ ഉണ്ടാകുമ്പോൾ ബേബിനെ കെയർ ചെയ്യാനും നോക്കാനും കുറേ ആൾക്കാർ, ഇപ്പം അമ്മ, അമ്മമ്മ, ഫാമിലിയിൽ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര ലക്കിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അതായത് ബേബിൻ്റെ അമ്മയ്ക്ക് കുറച്ചൊരു സമാധാനം കിട്ടും, അല്ലെങ്കിൽ കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു മദർഹുഡ് അങ്ങനെയുള്ളവർക്ക് കിട്ടും. പക്ഷെ ആരുമില്ലാണ്ട് സ്വയം ഒറ്റയ്ക്ക് എന്നെ പോലെ ബേബീനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ അതിലും ലക്കിയാണെന്ന് എനിക്ക് പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായി. ബിക്കോസ് നമ്മുടെ ബേബീൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ, കെയർ നമ്മളിൽ മാത്രമായിരിക്കും. നമ്മളാണ് അവരുടെ ലോകം. വേറെ ആരുടെ അടുത്ത് പോവില്ല, നമ്മുടെ അടുത്ത് മാത്രമേ ഇരിക്കും. ചില സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും പക്ഷെ ചില സമയത്ത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു നമുക്ക് വേണ്ടി അവര് നമ്മളെ മാത്രം ഇങ്ങനെ നോക്കി തരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഒരു മനസ്സുഖമൊക്കെ കിട്ടും. സോ അങ്ങനെയുള്ളൊരു കൂടുതലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ആരെയും അങ്ങനെ ആവണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞല്ല. എനിക്കിങ്ങനെ ഞാൻ എന്നെ സ്വയം സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് തിങ്ക് ചെയ്ത് ചെറിയ കാര്യം ഒരു പൊട്ടത്തരങ്ങളായിട്ട് അങ്ങനെ ആയിരിക്കാം. പക്ഷെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ബേബീസ് നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ അടുത്ത് മാത്രം നിൽക്കുന്ന, നമ്മളെ മാത്രം സ്നേഹിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഭയങ്കര ഹാപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം. സോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. പിന്നെ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണം, വീഡിയോ ഫുള്ളും കാണണം. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തരണം. സോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.